ഇന്ന് നമുക്ക് അയ്യപ്പൻ വിളക്കിന് മുൻപുള്ള കുറച്ച് അണിയറ പ്രവർത്തനങ്ങൾ കണ്ടാലോ. എവിടെ അയ്യപ്പൻ വിളക്കുണ്ടെങ്കിലും മനസ്സ് വളരെയധികം തുടിക്കൂട്ടോ പോവാൻ. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ തട്ടകത്ത് അമ്പലത്തിലെ അയ്യപ്പൻ വിളക്കാണെങ്കിൽ പറയണ്ട, വല്ലാത്തൊരു അനുഭൂതിയാ, സ്വന്തം വീട്ടിലെ വിളക്ക് പോലെ. വിഷ്ണേട്ടനും കൂട്ടരും എത്ര ദിവസമായെന്നറിയോ അമ്പലത്തിൽ തന്നെ ക്ലീനിങ് ആയിട്ടും പുല്ലുചത്തലായിട്ടും പന്തലിടലായിട്ടും വേണമെങ്കിൽ ഇവർക്ക് ഒരാളെ നിർത്തി ചെയ്യാട്ടോ. പക്ഷെ ജോലിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് തൊഴുത് പിന്നെ അമ്പലത്തിലേക്ക് അഥവാ അയ്യപ്പന് വേണ്ടി പ്രവർത്തിക്കുക, എല്ലാരും കൂടി ചിരിയും സംസാരവും ബഹളവും, അതൊരു ഹരാണ് അവർക്ക്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഈ വീഡിയോ എടുത്ത് നടക്കുന്ന സമയം കൊണ്ട് അവരെ ഒന്ന് സഹായിച്ചുകൂടിയെന്ന്. ആ സന്തോഷത്തില് ഞങ്ങളും ഉണ്ട് കേട്ടോ. 500 പേർക്കുള്ള സദ്യക്കുള്ള ഇല തുടക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെയാണ് ഈ 50 ഇല കെട്ടാനുള്ള ടെക്നിക്ക് ഞങ്ങൾ പഠിച്ചത് കേട്ടോ. 10 ഇല ഇങ്ങടും 10 ഇല അങ്ങടും വെച്ച് ഒരു 50 ഇലയുടെ ഒരു കെട്ടായിട്ടാണ് മാറ്റി വെക്കേണ്ടത്. ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ഓരോ ചെറിയ അറിവും വലുതാണെന്ന് പറയണ പോലെ ഞങ്ങൾ അന്നാണ് അങ്ങനെയല്ല കെട്ടാൻ പഠിച്ചത്. ഇനി നമുക്ക് അയ്യപ്പൻ വിളക്കിന്റെ കലവറയുടെ ഒരുക്കങ്ങളും കൂടി ഒന്ന് കണ്ടാലോ. എന്ത് ഭംഗിയാലേ പച്ചക്കറികൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കണതാണ്. ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്തെ അയ്യപ്പൻ വിളക്ക് പോലെയാണോ നിങ്ങളുടെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് പറയണം കേട്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാലോ. അണിയറ പ്രവർത്തകരൊക്കെ കാണണ്ടേ, പിന്നല്ല ഒരുക്കങ്ങളെല്ലാം ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കണ്ണും നിറയ്ക്കും മനസ്സും നിറയ്ക്കും. സഹായിക്കടാ. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അയ്യപ്പൻ വിളക്കിന്റെ വീഡിയോസ് ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം. ബൈ.